ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റിൻ്റെ പേപ്പർ 1 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇതിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ചോദ്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ, ബാക്കി അതിൻ്റെ ആൻസർ കീ അടക്കം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ആക്സസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾ യൂട്യൂബിലാണ് ഇത് കാണുന്നതെങ്കിൽ യൂട്യൂബിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഫസ്റ്റ് എല്ലാം കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് എടുത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുന്നതിന് വേണ്ടി നിങ്ങളെ PDF ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2021 വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ഒരു 2026 മുതൽ 2019 കാലയളവിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ 5 ചോദ്യങ്ങളും. ഓക്കെ, അതിൽ ആദ്യത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇത് എംപ്ലോയീസുമായി ബന്ധപ്പെട്ടുള്ള എംപ്ലോയീസും ഒരു 5 സ്ഥാപനങ്ങളുടെ എംപ്ലോയീസിൻ്റെ പേഴ്സൻറ്റേജും അതിലുള്ള മെയിൽ ഫീമെയിൽ റേഷ്യോ ആണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ടോട്ടൽ എംപ്ലോയീസ് ABCDE എന്നീ 5 ഓർഗനൈസേഷനിൽ ടോട്ടൽ എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 335,000 ടോട്ടൽ എംപ്ലോയീസ് അവിടെ ഉണ്ട്. ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടിയിട്ടുണ്ട്. ABCDE ഇങ്ങനെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂട്ടിയിട്ട് 35,000 എംപ്ലോയീസ് ഉണ്ടെന്ന് ഈ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ 35,000-ൻ്റെ 18% എയിലുള്ളത്, 22% ബിയിലുള്ളത്, 31% സിയിലുള്ളത്, 15% ഡിയിലുള്ളത്, അതേപോലെ 35,000-ൻ്റെ 14% ഇയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ ശതമാനം കണ്ടു കഴിഞ്ഞാൽ ഓരോ സ്ഥാപനത്തിലും എത്ര എംപ്ലോയീസ് ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയ വാല്യൂവിൻ്റെ റേഷ്യോ ആണ് കൊടുത്തിട്ടുള്ളത്. മെയിൽ ഇവിടെ ഇപ്പോൾ 18% എന്ന് പറഞ്ഞാൽ 35,000-ൻ്റെ 18% എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ 3 ഭാഗം മെയിലും 7 ഭാഗം ഫീമെയിലും ആയിരിക്കും. അതാണ് അവിടെ റേഷ്യോ കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കുറച്ച് ചിലപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് പരിചയമില്ലെങ്കിൽ കുറച്ച് സമയമെടുക്കും, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ശരിക്കും ഇതിന് 2 വഴികളുണ്ട്. ഒന്നാമത്തെ വഴി നമ്മൾ കൃത്യമായിട്ട് പ്രോബ്ലമൊക്കെ ചെയ്ത് അതിൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് എത്തിച്ചേരുന്ന വഴിയുണ്ട്. എളുപ്പ വഴികളുമുണ്ട്. എളുപ്പ വഴികൾ ആദ്യം തന്നെ നമുക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. പ്രാക്ടീസ് ചെയ്ത് നമുക്ക് തന്നെ മനസ്സിലായി വരുന്ന ഒരു രീതിയാണ് എളുപ്പ വഴികളൊക്കെ. അതെല്ലാ ചോദ്യത്തിനും ഒരേ എളുപ്പ വഴി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, മിസ്റ്റേക്ക് വരും. ചെയ്ത് പരിചയമാകുമ്പോൾ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക് അത് മനസ്സിലാവും. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ ഇൻ ആൾ 5 ഓർഗനൈസേഷൻ ടുഗദർ? എല്ലാ ഓർഗനൈസേഷനിലും കൂടെയുള്ള മെയിൽ ആയിട്ടുള്ള എംപ്ലോയീസ് എത്രയുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടെത്താം, മെയിൽ എത്രയുണ്ട് ഫീമെയിൽ എത്രയുണ്ടെന്ന് കണ്ടെത്താം. അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, നിങ്ങൾ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഓർഗനൈസേഷൻ എ അല്ലേ, ഓർഗനൈസേഷൻ എ നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഓരോ ഓർഗനൈസേഷനിലും എത്ര മെയിലുണ്ട് എത്ര ഫീമെയിൽ ഉണ്ടെന്ന് കണ്ടെത്താം. ഓർഗനൈസേഷൻ എയിൽ നമുക്ക് നോക്കാം. ചോദ്യത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് PDF ഈ സ്ക്രീനിൽ PDF എപ്പോഴും
നമുക്ക് ടേബിൾ കാണാൻ കഴിയില്ല. അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നോക്കുക, ടോട്ടൽ എംപ്ലോയീസ് 35,000 ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് ജസ്റ്റ് കിടക്കുകയാണ്. ടേബിൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ഓർഗനൈസേഷൻ്റെ പേര്, പെർസെൻറ്റേജ്, മെയിൽ ടു ഫീമെയിൽ റേഷ്യോ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ആദ്യം നോക്കാം. ഓർഗനൈസേഷൻ എ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ഈ ടേബിളിൽ നിന്ന് എന്ത് മനസ്സിലാവും? 35,000 ആളുകൾ മൊത്തമുണ്ട്. അതായത് ഓർഗനൈസേഷൻ എ, ബി, സി, ഡി, ഇ അങ്ങനെ എല്ലാ ഓർഗനൈസേഷനും കൂട്ടിയിട്ട് 35,000 എംപ്ലോയീസ് ഉണ്ട് എന്ന് മനസ്സിലായി. അതിൻ്റെ ഈ 35,000-ൻ്റെ 18% എയിലുള്ളത്, 22% ബിയിലുള്ളത്, 31% സിയിലുള്ളത്, 15% ഡിയിലുള്ളത്, 14% ഇയിലുള്ളത്. ഇത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി ഓരോ വാല്യൂ നമ്മൾ കണ്ടെത്തണം. എയിൽ 35-ൻ്റെ എത്ര ശതമാനം ഉണ്ട് നോക്കാം. നമുക്ക് എ എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. 35,000 ഇൻറ്റു എത്രയായിരുന്നു? 18%. യെസ്, 35,000-ൻ്റെ 18/100 എന്ത്? ഈ ഓർഗനൈസേഷൻ എയിലുള്ള ആളുകൾ. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ പൂജ്യമൊക്കെ വെട്ടി വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താണ് 350 ഇൻറ്റു 18. 350 ഇൻറ്റു 18 നോക്കിക്കഴിഞ്ഞാൽ ചെറുതാക്കി കൊണ്ടുവരൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 6,300 കിട്ടും. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ എയിൽ 6,300 ആളുകളുണ്ട്. 6,300. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിതിൽ മെയിൽ എത്ര ഉണ്ട്, ഫീമെയിൽ എത്ര ഉണ്ട് നോക്കാൻ ഈ റേഷ്യോ എടുത്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് മെയിൽ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? മെയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ചോദ്യം വളരെ എളുപ്പമാണ്. നമ്മളിതിൻ്റെ പ്രോസസ്സ് ഒരുപാട് സമയമെടുക്കും. ശ്രദ്ധിച്ച് ഈ മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ 5 ചോദ്യം ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കാണിത്. ഓക്കെ, 5 ചോദ്യം, 5 സെറ്റ് ഓഫ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. 5 സെറ്റ് ഓഫ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ ടോട്ടൽ 25 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ 25 ചോദ്യങ്ങൾ ഇന്ന് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അതായത് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്യണില്ല. ഇന്ന് ഒരു സെറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ചെയ്യും. അപ്പോൾ ബാക്കി 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളതായിരിക്കും. ആൻസർക്ക് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മെയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ? മെയിൽ അപ്പോൾ ടോട്ടൽ ഓർഗനൈസേഷൻ എയിൽ 6,300 ടോട്ടൽ എംപ്ലോയീസ് ഉണ്ട് നമുക്ക് മനസ്സിലായി അല്ലേ? അതിൽ നിന്ന് മെയിൽ എത്ര ഉണ്ട്, ഫീമെയിൽ എത്ര ഉണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ റേഷ്യോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ 3 മെയിലും 7 ഫീമെയിലും, 3:7. അപ്പോൾ 3x മെയിലും 7x ഫീമെയിലും അല്ല വരാം. അപ്പോൾ മെയിലും ഫീമെയിലും കൂടിയിട്ട് എത്ര ഉണ്ടാവും? 7+3 ടോട്ടൽ 10. അപ്പോൾ 10-ൽ 3 മെയില്, 10-ൽ 7 ഫീമെയിൽ, ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം ഇതിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്താണ് ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്താൽ 10-ൽ 3 ഭാഗം മെയിലും 10-ൽ 7 ഭാഗം ഫീമെയിലും. അപ്പോൾ നമുക്ക് ഇത് ചോദ്യത്തിലേക്ക് നമുക്ക് മെയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെ കിട്ടുക? 3/10 സമം. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ 0 എടുത്തിട്ട് ഇങ്ങോട്ട് വിട്ടൊക്കെ ചെയ്യാം. 630 ഇൻറ്റു 3 അപ്പോൾ എത്രയാണ്? 6, 18, 30, 90. ഓക്കെ, അപ്പോൾ 1,890. വളരെ എളുപ്പമാണ്. ആദ്യം 600 ഇൻറ്റു 3 ഗുണിക്കുക. 6, 60, 18, 150, 1,800. പിന്നെ 30, 3 ഇൻറ്റു 30 അപ്പോൾ 90 കിട്ടും. മനക്കണക്ക് ചെയ്താൽ തന്നെ മതി. ഇനി നിങ്ങൾക്ക് മനക്കണക്ക് ചെയ്യാൻ ആ സമയത്ത് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ സൈഡിൽ കൂട്ടിയാൽ നിങ്ങൾക്ക് പേനയും അതുപോലെ തന്നെ ഒരു പേപ്പറും അവിടെ നിന്ന് തന്നെ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് വെച്ച് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അപ്പോൾ ഫീമെയിൽ നോക്കാം. ഫീമെയിൽ ഈക്വൽ ടു ഇവിടെ നമുക്ക് ടോട്ടൽ 6,300 തന്നിട്ടുണ്ട് ഇൻറ്റു
ഫീമെയിൽ ഇവിടെ എത്രയാണ് നമ്മൾ പറഞ്ഞത് പെർസെൻറ്റേജ് 7/10. ഓക്കെ, നിങ്ങളും കൂടെ ചെയ്യുക കേട്ടോ, പ്രോബ്ലം നിങ്ങൾ കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ എത്രയാണ് പെർസെൻറ്റേജ് ഇവിടെ എത്രയാണ് വരിക? 7/10. അപ്പോൾ 7/10 ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് 2 0 വെട്ടാം. 630 × 7. 630 × 7 നമുക്ക് ഒന്നിച്ച് ഗുണിക്കാം. മനസ്സിൽ ഗുണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 600 × 7 ഗുണിക്കുക. എന്നിട്ട് പിന്നെ 30 × 7 ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 4410 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഓർഗനൈസേഷൻ എയിലുള്ള മെയിലും ഫീമെയിലും കണ്ടെത്താൻ കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മെയിൽസ് ഇൻ ആൾ 5 ഓർഗനൈസേഷൻ ടുഗദർ. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ ഓരോന്നെടുത്ത് നോക്കണം. അതിന് വേറെ വഴികളില്ല, ഓരോന്നെടുത്ത് തന്നെ നമ്മൾ നോക്കേണ്ടി വരും. ഇനി നമുക്ക് അടുത്ത് ഓർഗനൈസേഷൻ ബി നോക്കാം. ഓർഗനൈസേഷൻ ബി നമ്മൾ ടോട്ടൽ നേരത്തെ കണ്ട പോലെ തന്നെ 35,000 ഇൻറ്റു ചോദ്യത്തിൽ എത്രയാണ്? 22%. 35,000-ന് 22% എത്രയാണെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഓർഗനൈസേഷൻ ബിയിൽ എത്ര ആളുകളുണ്ടെന്ന് കാണാൻ പറ്റും. ഇത് വളരെ എളുപ്പമാണ്. ഈ 0 ഇതിങ്ങോട്ട് വെട്ടിയെന്ന് 35 × 22. 35 × 22 എന്ന് പറഞ്ഞാൽ 7,700 ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ മെയിലും ഫീമെയിലും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് മെയിൽ നിങ്ങൾ കൂടെ ചെയ്യണം, ഞാൻ ചോദിക്കാം. മെയിൽ ഇപ്പോൾ ടോട്ടലിൽ നിന്ന് എത്ര മെയിലുണ്ട് എത്ര ഫീമെയിൽ ഉണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ടോട്ടൽ ആൾക്കാർ എത്രയുണ്ട്? ഈ ഓർഗനൈസേഷൻ ബിയിൽ ടോട്ടൽ എത്ര ആളുകളുണ്ട്? ടോട്ടൽ 7,700 ആളുകൾ ടോട്ടലുണ്ട്. അത് നമുക്ക് മനസ്സിലായി അല്ലേ? ഓക്കെ, ടോട്ടൽ 7,700 ആളുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ 7,700 എന്ന് എഴുതി. ഇൻറ്റു ഇനി നമ്മൾ മെയിലിൻ്റെ പെർസെൻറ്റേജ് കാണണം. അപ്പോൾ ഇവിടെ ടോട്ടൽ നമുക്കുള്ളത് റേഷ്യോ എത്രയാണ്? 11:9. 11 + 9 എത്രയാണ്? 20 അല്ലേ? അപ്പോൾ 20ൻ്റെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ 11-ൽ 11 ഭാഗം മെയിലും 20-ൽ 9 ഫീമെയിലും ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മെയിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? ഇവിടെ എത്രയാണ് റേഷ്യോ വരിക? 11/20. യെസ്, 11/20. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? നമുക്ക് 0 വെട്ടാം എളുപ്പത്തിന്, സൗകര്യത്തിന്. വേറെ മാർഗങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഗുണനം ഹരണമൊക്കെ നമുക്ക് മുമ്പേ ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് അത് മെത്തേഡുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈഡിലിട്ട് കൂട്ടിയാൽ മതി. ബുദ്ധിമുട്ടുള്ള ആളുകൾ ലാസ്റ്റിലേക്ക് ഇത് മാറ്റി വെച്ചാൽ മതി. ഓക്കെ, ആദ്യം തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സമയം നമുക്ക് വിലപ്പെട്ടതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചില ചോദ്യങ്ങൾ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. നെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റിൽ കൂടുതലൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ ചില ക്വസ്റ്റ്യൻ നമുക്ക് 1 മിനിറ്റൊന്നും വേണ്ടിയല്ല, ഒരു 30 സെക്കൻഡോ ഒക്കെ മതിയാവും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വേഗം എഴുതിയിട്ട് ലാസ്റ്റിലേക്ക് തിരിച്ചു വന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ടോട്ടൽ എത്രയാണ് വരിക? 4,235 ആയിരിക്കും അല്ലേ കിട്ടിയിട്ടുണ്ടാവുക? 4,235 കിട്ടി. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മെയിൽ കിട്ടി. ഫീമെയിൽ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് കണ്ടെത്തി വെക്കാം. ഇനി അടുത്ത ചോദ്യം ഫീമെയിലിൻ്റെ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഉത്തരമെടുത്താൽ മതി, ബുദ്ധിമുട്ടില്ല. അപ്പോൾ മെയിൽ ഓൾറെഡി നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഫീമെയിൽ പെർസെൻറ്റേജ് ഈസി ആയിട്ട് കണ്ടെത്താം. ഫീമെയിൽ അപ്പോൾ 7,700 ഇൻറ്റു ഇവിടെ ഇപ്പോൾ എത്രയാണ് ഫ്രാക്ഷൻ? ഓക്കെ, 9:9/20 9/20 എന്ന് പറഞ്ഞാൽ എഴുതാം 9
ബൈ 20 സമം. അപ്പോൾ നമുക്ക് 9/20 കാണുന്ന സമയത്ത് ഇതേപോലെ തന്നെയാണ് ചെയ്യുക. നമുക്ക് വെട്ടിയിട്ട് ഗുണിച്ചിട്ട് 2 കൊണ്ട് കേക്ക് ചെയ്താൽ മതി. 3465 കിട്ടും. അപ്പോൾ നമുക്ക് ഓർഗനൈസേഷൻ ബിയും കണ്ടെത്തി. ഇനി നമുക്ക് ഓർഗനൈസേഷൻ സിയിലേക്ക് പോകണം. ഓർഗനൈസേഷൻ സി നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുക. ഓർഗനൈസേഷൻ സി ഓർഗനൈസേഷൻ സി ആണെങ്കിലും ടോട്ടൽ 35,000 എംപ്ലോയീസ് ഉണ്ട് അല്ലേ. അതിൽ ഓർഗനൈസേഷൻ സിയിൽ എത്ര പെർസെൻറ്റേജ് ആണ്? ഈ 35,000-ൻ്റെ 31% ഓർഗനൈസേഷൻ സിയിൽ ഉള്ള പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് 35,000 ഇൻറ്റു 31 കണ്ടെത്തണം. 35,000 ഇൻറ്റു 31. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 35,000 ഇൻറ്റു 31 എന്ന് പറഞ്ഞാൽ എത്രയാണ് നോക്കാം. 35,000 ഇൻറ്റു 31 എത്രയാണ്? യെസ്, ശരിയാണ്, 10,850. ഉത്തരം ശരിയാണ്, 10,850 നമുക്ക് കിട്ടി. ഇനി നമുക്കിതിൽ നിന്ന് മെയിൽ കാൽക്കുലേറ്റ് ചെയ്യണം. മെയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് ടോട്ടൽ എന്ന് ആദ്യം നമ്മൾ നോക്കാം. 10,850 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 10,850 ഇൻറ്റു, ഇനി നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ 3:2 വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ മെയിലിനെ എത്രയായിട്ട് മെയിൽ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? 5/5. യെസ്, 3/5. ഫീമെയിലോ 2/5. ആ മെയിൽ ഫീമെയിൽ നമുക്കിങ്ങനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മെയിൽ അപ്പോൾ എത്രയാണ്? 3/5 കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? ആൻസർ എത്രയാണെന്ന് നോക്കാം. ആൻസർ കിട്ടുക ഏകദേശം കൃത്യമായിട്ടുള്ള ആൻസർ തന്നെ വേണം കേട്ടോ. ഏകദേശം കിട്ടിയിട്ട് കാര്യമില്ല. 6,510 കിട്ടും. അപ്പോൾ ഇങ്ങനെ 6,510 കിട്ടിയാൽ നമുക്ക് ഫീമെയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഫീമെയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ മെയിൽ 10,850 ഇൻറ്റു 2/5 ചെയ്തിട്ടും ചെയ്യാം. മറ്റൊരു രീതിയാണ് 10,850 മൈനസ് 6,100 കുറച്ചാലും കിട്ടും. അപ്പോൾ നമുക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ ആ രീതി ചെയ്താൽ മതി. ഞാൻ കൃത്യമായിട്ടുള്ള ആ മെത്തേഡ് പറഞ്ഞതാണ്. അപ്പോൾ ഈ മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. 10,850 മൈനസ് 6,510 സമം 2 രീതിയിലാണെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ 4,340 കിട്ടും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്താലും 4,340 തന്നെ കിട്ടാം. അപ്പോൾ ഇതൊരു എളുപ്പ വഴിയാണ്. നിങ്ങൾക്ക് ഇത് മനക്കണക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഓർഗനൈസേഷൻ സി കിട്ടി. ഇനി നമുക്ക് ഓർഗനൈസേഷൻ ഡിയിലേക്ക് പോവാം. ഓർഗനൈസേഷൻ ഡി ടോട്ടൽ എത്ര എംപ്ലോയീസ് ഉണ്ട്? 35,000 ഇൻറ്റു, ഇനി ഓർഗനൈസേഷൻ ഡിയുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് നോക്കാം. യെസ്, 15 ഓർഗനൈസേഷൻ ഡിയുടെ പെർസെൻറ്റേജ്. അതായത് എന്താണെന്ന് ഇതിൽ മനസ്സിലാക്കാം. 35,000 ആളുകളിൽ 15% ഓർഗനൈസേഷൻ ഡിയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? 35,000 ഇൻറ്റു 15/100 സമം എത്രയാണ്? വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും.
ഇത് പല രീതിയിൽ നിങ്ങൾ ഞാൻ പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഗുണിക്കാനും അരിക്കാനൊക്കെ പറ്റും. ഇത് ഗുണിക്കാനും അരിക്കാനുമുള്ള എളുപ്പമാർഗ്ഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവാം. ആ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്താൽ മതി. എങ്ങനെയാണെങ്കിലും ഏത് രീതിയിൽ യൂസ് ചെയ്താലും 5250 നമുക്ക് ആൻസർ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ആദ്യം നമ്മൾ മെയിൽ കാൽക്കുലേറ്റ് ചെയ്യണം. മെയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂ കൊണ്ട് എടുക്കുക. 5250 ഇൻറ്റു. ഇനി നമുക്ക് റേഷ്യോയിലേക്ക് പോവാം. റേഷ്യോ നേരത്തെ പറഞ്ഞ അതേ റേഷ്യോ തന്നെ വരും അല്ലേ? എത്ര മെയിൽ എത്രയാണ് വരിക? 2/5. ഫീമെയിൽ എത്രയാണ് വരിക? 3/5. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൽ തന്നെ നമുക്ക് ആൻസർ നേരത്തെ പറഞ്ഞാൽ തന്നെ സെയിം തന്നെയാണ്, തിരിച്ചിട്ടു എന്നേ ഉള്ളൂ. വാല്യൂ സെയിം തന്നെയാണ്. നമുക്ക് 2/5 മെയിൽ കിട്ടിയത്. നേരെ തിരിച്ച് ഇവിടെ 2/5. അപ്പോൾ നമുക്ക് 5250ൻ്റെ 2/5 എന്ന് പറഞ്ഞാൽ നമുക്കിത് എത്രയും നമ്മുടെ മണി വെട്ടി ചെറുതാക്കൊക്കെ ചെയ്യാം. നമുക്ക് വേണ്ട 2100 കിട്ടും. ഓക്കെ, 2100 കിട്ടിക്കഴിഞ്ഞാൽ ഫീമെയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 5200 2100 കുറച്ചാൽ മതി, വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടും. അല്ലാതെ വേറെയും മാർഗം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോർമൽ വേയിലും ചെയ്യാം. നോർമൽ വേയിൽ ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. അതായത് 5250 മൈനസ് 2100. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ആൻസർ നമുക്ക് കിട്ടും. വെറുതെ നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. 3000 എത്രയാണ്? 250 100 കുറച്ചാൽ 150. അപ്പോൾ ആൻസർ വരെ 3150 തന്നെ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. ഈ രീതി നമുക്കറിയണം തന്നെയാണ്. പിന്നെ ഇതേപോലെയുള്ള എളുപ്പ മാർഗ്ഗങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. ഇങ്ങനെ മനക്കണക്കുകൾ കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാം. ഇതൊന്നും നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല, നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇനി ഓർഗനൈസേഷൻ ഇതേപോലെ ചെയ്യാം. നമുക്ക് 35,000 ആളുകൾ ടോട്ടൽ ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്. അതിൽ എത്ര ശതമാനമാണ് ഓർഗനൈസേഷൻ ഇയിൽ എന്ന് നമുക്ക് നോക്കാം. എത്രയാണ്? 14% ഓർഗനൈസേഷൻ ഇയിൽ വരുന്നത് അല്ലേ? അപ്പോൾ 35,000ൻ്റെ 14% എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 35,000ൻ്റെ 14%. അപ്പോൾ ഈക്വൽ ടു നമുക്ക് 0 വെട്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ 350 × 14 വരുമ്പോൾ 4900. ഓക്കെ, ആൻസർ കിട്ടും. 4900 നമുക്ക് കിട്ടുന്ന ആൻസർ അല്ലേ? എല്ലാവർക്കും 4900 തന്നെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എന്താ കാണേണ്ടത്? മെയിൽ അല്ലേ? മെയിൽ കാണണം. മെയിൽ എങ്ങനെയാണ് കാണുക? നമുക്ക് ടോട്ടൽ ഓർഗനൈസേഷൻ ഇയിൽ എത്ര ആൾക്കാർ, എത്ര എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടെത്തി. എത്ര? 4900 എംപ്ലോയീസാണ് ഓർഗനൈസേഷൻ ഇയിൽ ഉള്ളത്. ടോട്ടൽ ABCDE എന്നീ ഓർഗനൈസേഷനിലെ ടോട്ടൽ 35,000 ഉണ്ട് എന്ന് ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ 14% ഓർഗനൈസേഷൻ ഇയിലുള്ളത് എന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തത്? ഓർഗനൈസേഷൻ ഇയിൽ എത്ര തൊഴിലാളികളുണ്ട് എന്ന് കണ്ടെത്തിയത്. 4900 എന്ന് നമുക്ക് കിട്ടി അല്ലേ? 4900. അതിൻ്റെ റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. റേഷ്യോ അല്ലേ? 1:3 റേഷ്യോ വരുന്നത്. അപ്പോൾ മെയിൽ എത്ര ശതമാനം ഉണ്ടായിരിക്കും? എങ്ങനെയാണ് മെയിലിൻ്റെ ഭിന്ന ഫ്രാക്ഷനും ഫീമെയിലും മെയിലും എത്രയായിരിക്കും? അങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം.
ഒന്നുമില്ല, നമുക്ക് ഇതൊക്കെ എളുപ്പത്തിൽ നമുക്കിത് ഇക്വേഷൻ വെച്ചൊക്കെ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് അറിയണതാണ്. ഇത് ചെറിയ വാല്യൂ ആയതുകൊണ്ട് ഇത് രണ്ടും ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ 4 കിട്ടി. 4ൽ എത്ര ഭാഗമുണ്ട്? മെയിൽ. ഒരു ഭാഗം മെയിലാണ്. അതേപോലെ തന്നെ 4ൽ എത്ര ഭാഗമുണ്ട്? ഫീമെയിൽ. 3 ഭാഗം ഫീമെയിലാണ്. ഇങ്ങനെ കണ്ടെത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ മെയിൽ പറഞ്ഞാൽ 1/4 ഫീമെയിൽ 3/4 അങ്ങനെ നമുക്ക് കണ്ടെത്താം. ഇനി ഏത് ഇക്വേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും, ഏത് വാല്യൂ ആണെങ്കിലും. അപ്പോൾ 1/4 നമുക്ക് കിട്ടിയല്ലേ. അപ്പോൾ മെയിൽ എന്ന് പറഞ്ഞാൽ 1/4, മെയിൽ 1/4 കിട്ടും. അപ്പോൾ നമുക്കതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. 1/4 എന്ന് പറഞ്ഞാൽ 4900ൻ്റെ 1/4 അങ്ങനെ 4 കഷ്ണാക്കിയാൽ മതി. അത് മനസ്സിൽ തന്നെ നമുക്ക് കഷ്ണാക്കാനൊക്കെ പറ്റും. 90 45 90 ഇങ്ങനെ കഷ്ണാക്കിയാൽ മതി. 900 4000 4 കഷ്ണാക്കി 1000 900 4 കഷ്ണാക്കി കഴിഞ്ഞാൽ 225 വരും അല്ലേ. 945 അപ്പോൾ 1225. ഇത് നമ്മളിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി നമുക്ക് ഫീമെയിൽ കണ്ടെത്താം. ഫീമെയിൽ 4900 ഇൻറ്റു 3/4. 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 രീതിയിൽ നമ്മൾ നേരത്തെ കണ്ടെത്താന്നൊക്കെ പറഞ്ഞു, മൈനസ് ചെയ്താലൊക്കെ മതി. അപ്പോൾ 4900 നിന്ന് 1225 മൈനസ് ചെയ്താലും എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെ യെസ്, കറക്റ്റാണ്. 3675 ആൻസർ കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് ആൻസർ നമുക്ക് കിട്ടി. ഇനി നമ്മളെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ എന്താണ് ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം: ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ ഇൻ ആൾ 5 ഓർഗനൈസേഷൻ ടുഗദർ. ടോട്ടൽ മെയിൽ എത്ര ആൾക്കാരുണ്ട്, ടോട്ടൽ എത്ര പുരുഷന്മാരുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തല്ലോ. ഇവിടെ നമ്മൾ ഓർഗനൈസേഷൻ എയിൽ 1890 പുരുഷന്മാരുണ്ട്. ഓർഗനൈസേഷൻ ബിയിൽ 4235 പുരുഷന്മാരുണ്ട്. ഓർഗനൈസേഷൻ സിയിൽ 6510 പുരുഷന്മാരുണ്ട്. ഓർഗനൈസേഷൻ ഡിയിൽ 2100 പുരുഷന്മാരുണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഇയിൽ 1225 പുരുഷന്മാരുണ്ട്. അപ്പോൾ ഒന്നുമില്ല, ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? പുരുഷന്മാരുടെ ടോട്ടൽ കിട്ടും. അപ്പോൾ ടോട്ടൽ ഇക്വേഷനൊന്നുമില്ല, ഇത് നിങ്ങൾ ടോട്ടൽ ചെയ്താൽ മതി. ടോട്ടൽ മെയിൽ ഈക്വൽ ടു, ചോദ്യത്തിൽ തന്നെ ഉത്തരം നമുക്ക് കിട്ടി 1890 പ്ലസ് 4235 പ്ലസ് 6510 പ്ലസ് 2100 പ്ലസ് 1225. ഇതൊക്കെ നമുക്ക് ചോദ്യത്തിൽ നമ്മൾ കണ്ടെത്തിയ ഉത്തരാട്ടോ. 1890 പ്ലസ് 4000. ഇത് ഓപ്ഷൻ ഇത് എ, അതുപോലെ ഇത് ബി ആണ്, ഇത് സി, ഡി, ഇ. അങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും പുരുഷന്മാരുടെ എണ്ണമാണ് കൊടുത്തത്. 6650 സിയിൽ വരുന്നുണ്ട്, 2100 ഡിയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ 1225 ഈ ഗ്രൂപ്പ് ഓർഗനൈസേഷൻ ഇയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ് കിട്ടിയത്? യെസ്, കറക്റ്റാണ്, 15960. അപ്പോൾ ഇത് നമ്മൾ ചോദ്യത്തിൽ ഓപ്ഷൻ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതാ ഓപ്ഷൻ, ഓക്കെ, ഓപ്ഷൻ സി ആണ് അല്ലേ, 15960 ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്ത സ്ഥിതിക്ക് ഇനി അടുത്ത ചോദ്യങ്ങളിലൊന്നും എന്തല്ല, നമുക്ക് മെയിൽ ഫീമെയിൽ ഒന്നും സെപ്പറേറ്റ് വേറെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇവിടെ നമ്മളോട് മെയിൽ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ.
ചോദ്യത്തിൽ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ ഇൻ ആൾ 5 ഓർഗനൈസേഷൻ. മെയിൽ കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫീമെയിലും കണ്ടെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ചോദ്യത്തിൽ ചോദിക്കുന്ന സമയത്ത് മെയിൽ കണ്ടെത്തുമ്പോൾ തന്നെ സൈഡിൽ ഫീമെയിൽ കണ്ടെത്തി വെക്കുക. അപ്പോൾ നമ്മൾ സമയം കുറേ ലാഭിക്കാം. മറ്റേത് നമ്മളിനി ഫീമെയിൽ ചോദിക്കുന്ന സമയത്ത് ഈ പ്രോബ്ലം ഒക്കെ ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. മെയിൽ കണ്ടെത്തി കഴിഞ്ഞാൽ മെയിലിൽ നിന്ന് ഫീമെയിലാണ് ടോട്ടൽ വാല്യൂ എന്നാണ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീമെയിൽ ഓട്ടോമാറ്റിക് കിട്ടും. അപ്പോൾ അതിന് 2 സെക്കൻഡോ 3 സെക്കൻഡോ ഒക്കെ മതിയാവും. അപ്പോൾ ഈ 2 സെക്കൻഡോ 3 സെക്കൻഡോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇനി മറ്റ് ചോദ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഈ വാല്യൂ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ക്രിയ ഈ പ്രോബ്ലം ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 2 സെക്കൻഡ് എടുക്കുന്ന സമയം നമുക്ക് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡോ 30 സെക്കൻഡോ ചിലപ്പോൾ 1 മിനിറ്റ് വരെ നമുക്ക് നീണ്ടു പോയേക്കാം. അപ്പോൾ നമ്മുടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് വെക്കാം. ഓക്കെ, ചോദ്യമൊക്കെ മൊത്തത്തിലൊന്ന് നോക്കുക. അപ്പോൾ മെയിലും ഫീമെയിലൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്കിത് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ചോദ്യങ്ങൾ ഉണ്ടാവാം, മെയിൽ ചോദിച്ചാൽ ഫീമെയിൽ ഏതായാലും ചോദിക്കാം. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം ഇതേപോലെ തന്നെയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം? ഓക്കെ, വാട്ട് ഈസ് ദ sum total of number of female is in organization D and number of male in organization E. ഇവിടെ നമ്മൾ രണ്ട് എന്താണ് സം ടോട്ടലാണ് ചോദിക്കുന്നത്. സം ടോട്ടൽ ഓഫ് ഫീമെയിൽ ഇൻ ഓർഗനൈസേഷൻ ഡി. ഓർഗനൈസേഷൻ ഡിയിലെ ഫീമെയിലും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഇയിലെ മെയിലും ഇത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് വളരെ എളുപ്പം. നമുക്ക് ഓൾറെഡി നമ്മൾ ഇത് കണ്ടെത്തി വെച്ചതുകൊണ്ട് നമുക്കൊരു പണിയില്ല. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഫീമെയിൽ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതേ പ്രോസസ്സ് ഇപ്പോൾ മോളിൽ ചെയ്ത അതേ പ്രോസസ്സ് വീണ്ടും ചെയ്യണമായിരുന്നു. അപ്പോൾ 1 മിനിറ്റെങ്കിലും നമുക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 സെക്കൻഡ് കൊണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചെയ്തു വെക്കുന്ന സമയത്ത് ഒരു ഏകദേശം മൊത്തം ചോദ്യങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് അനലൈസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ആദ്യം തന്നെ എളുപ്പത്തിൽ എഴുതി വെക്കുക. എന്ന് കരുതി എല്ലാം കൂട്ടി വെക്കണമെന്നല്ല. നമുക്ക് എളുപ്പത്തിൽ കൂട്ടാവുന്ന കുറേ വാല്യൂസ് ഉണ്ടാവും. മെയിൽ കിട്ടിയാൽ ഫീമെയിൽ ഓട്ടോമാറ്റിക് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിയിലെ ഒരു ഓർഗനൈസേഷൻ ഡിയിലെ ഫീമെയിൽ ഓൾറെഡി നമുക്കറിയാം എന്താണെന്ന്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഇയിലെ മെയിൽ, ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഓർഗനൈസേഷൻ ഇ അല്ലേ, ഓർഗനൈസേഷൻ ഇയിലെ ഫീമെയിൽ, ഇത് ഓർഗനൈസേഷൻ ഇ ആണ്. ഓർഗനൈസേഷൻ ഇയിലെ ഫീമെയിൽ എത്രയുണ്ട് നമുക്ക് നോക്കാം. എത്രയാണ് ഓർഗനൈസേഷൻ ഇയിലെ ഫീമെയിൽ കിട്ടിയത് നോക്കട്ടെ. നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാ? ശരിയാണ്. ഡിയിലെ ഓക്കെ, നമുക്ക് അതന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. യെസ്, ഓർഗനൈസേഷൻ ഇയിലെ മെയിൽ. യെസ്, ഓർഗനൈസേഷൻ ഇയിലെ മെയിൽ. ഓക്കെ, നമ്മൾ തന്നെ എഴുതിയത് കറക്റ്റ് തന്നെ. അപ്പോൾ ഓർഗനൈസേഷൻ ഇയിലെ മെയിൽ അല്ലേ, എന്താ ഓർഗനൈസേഷൻ ഇയിലെ മെയിൽ 1225 അല്ലേ. അപ്പോൾ ആ മെയിൽ 1225 കിട്ടി. ഇനി ഓർഗനൈസേഷൻ ഡിയിലെ ഫീമെയിലാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഓർഗനൈസേഷൻ ഡിയിലെ ഫീമെയിൽ എത്രയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ കണ്ടതാണ് 3150. അപ്പോൾ നമുക്ക് 3150 ഫീമെയിൽ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, 3150 ഇതിനെ ടോട്ടലാണ് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 5. ഓക്കെ, 4375
375. അത് ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം. ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഓപ്ഷൻ ബി അല്ലേ, 4375 നമുക്ക് കിട്ടി. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യം നമുക്ക് പരിശോധിക്കാം. ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഓർഗനൈസേഷൻ സി. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഓർഗനൈസേഷൻ സി ആണ്. ഓൾറെഡി നമ്മൾ ചെയ്ത് തന്നെയാണ് വാല്യൂസ്. ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഓർഗനൈസേഷൻ സി ഈസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഓർഗനൈസേഷൻ ഡി. ഓർഗനൈസേഷൻ ഡിയിലെ എംപ്ലോയീസ് എത്ര പെർസെൻറ്റേജ് ആണ് ഓർഗനൈസേഷൻ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഓർഗനൈസേഷൻ സി ഈസ് അപ്രോക്സിമേറ്റ്ലി എത്ര പെർസെൻറ്റേജ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഓർഗനൈസേഷൻ ഡിയിൽ. ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം. പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ടോട്ടൽ നമ്പർ ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ എംപ്ലോയീസ് ഇൻ സി എത്ര പെർസെൻറ്റേജ് ആണ് ഓർഗനൈസേഷൻ ഡിയുടെ എത്ര പെർസെൻറ്റേജ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിയുടെ എത്ര പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഡിയുടെ എത്ര പെർസെൻറ്റ്, അപ്പോൾ ഡി താഴെയാണ് വരിക. അപ്പോൾ ടോട്ടൽ, അതായത് ഇപ്പോൾ ഒരു കേക്കിൻ്റെ കേക്ക് 5 കഷ്ണാക്കിയിട്ട് ഓരോരുത്തർക്കും 6 കഷ്ണാക്കി 3 ആൾക്കാരുണ്ട്. ഓരോരുത്തർക്കും എത്ര കഷ്ണം കൊടുത്തു എന്ന് പറഞ്ഞാൽ ടോട്ടൽ കഷ്ണത്തിൻ്റെ എത്രയെന്നാണല്ലോ ചോദിച്ചത്. അപ്പോൾ അതുപോലെ ഇവിടെ എന്താണ് ടോട്ടൽ വാല്യൂ ഓർഗനൈസേഷൻ ഡിയുടെ ആണല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ ഡി ഇൻ ഡി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആദ്യം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ടോട്ടൽ എംപ്ലോയീസ് ഇൻ ഓർഗനൈസേഷൻ സി എത്രയാണ് നമുക്ക് നോക്കാം. സി ഡി അല്ലേ, ഡിയുടെ ടോട്ടൽ എത്രയാണ്? 5250 ഡിയുടെ ടോട്ടൽ. അപ്പോൾ താഴെ 5000 എത്രയാണ് പറഞ്ഞത്? 250. ഇനി വാട്ട് പെർസെൻറ്റേജ് ആണ് മുകളിൽ സി അല്ലേ, സിയുടെ വാല്യൂ എത്രയാണ്? യെസ്, 10850 സിയുടെ വാല്യൂ. 10850. 10850 ഇൻറ്റു ഇവിടെ 100 കൂടി ഉണ്ട് കേട്ടോ. അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈക്വൽ ടു ഇൻറ്റു 100. ഇങ്ങനെയാണ് ആൻസർ വരിക. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക? അപ്പോൾ ആൻസർ വരിക 206.65 കിട്ടുക. ഓക്കെ അല്ലേ? ആൻസർ അത്രയല്ലേ കിട്ടിയത്? 206.65. അപ്പോൾ അതിന് നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 206 ഇതിലില്ല. അപ്പോൾ 205 അതിൻ്റെ അടുത്ത വാല്യൂ വരുന്നത്. അപ്പോൾ 205 എഴുതിയാൽ മതി. ഓക്കെ, ഇത് നമുക്ക് ഈ കൃത്യമായിട്ടുള്ള ആൻസർ ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല. ഒരു ഏകദേശം ഇതിങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 10850 5250. 10850 നേരെ പകുതി എത്രയാണ് നോക്കുക. അപ്പോൾ 5425 കിട്ടും. 5425 ഏകദേശം ഒരു അടുത്ത വാല്യൂ ആണല്ലോ 5000. അപ്പോൾ 200 205 റേഞ്ചിലേ വരുള്ളൂ. നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. 215 ആണെങ്കിലും 195 ചെയ്താലും വരില്ല, 225 വരില്ല. പിന്നെ ഈ 215 205 ആയിരിക്കും. അപ്പോൾ അത് 205 നമുക്ക് ഗസ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ആൻസർ.
206.65. അപ്പോൾ ആൻസർ കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതും ഇതേപോലെ തന്നെയാണ്. ഇന്ന് നിങ്ങൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം. ഇതിന് പുറമെ ഉള്ള ചോദ്യങ്ങൾ അതിന് ആൻസർ കീ ഞാൻ കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാലും മതി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ ചോദ്യം എന്താണ്? സൂം ചെയ്യട്ടെ. What is the difference between number of male and female in organization B? അപ്പോൾ നമ്മൾ മെയിലും ഫീമെയിലും നമ്മൾ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓർഗനൈസേഷൻ ബിയിലെ മെയില്, ഓർഗനൈസേഷൻ ബിയിലെ ഫീമെയില്. അപ്പോൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മെയിൽ ഇൻ ബി മൈനസ് ഫീമെയിൽ ഇൻ ബി. അപ്പോൾ നമുക്കിവിടെ നമുക്ക് നോക്കാം. ചോദ്യത്തിലേക്ക് ബാക്കിൽ പോയൊക്കെ നമുക്ക് കിട്ടും ആൻസർ. ബി മെയില് വരുന്നത് എത്രയാ? 4235. ഫീമെയിൽ 3465. നോക്കണ്ട് വരാം. മെയിൽ എത്രയാണ് പറഞ്ഞത്? 4235 മൈനസ് ഫീമെയിൽ 3465. ഇതൊക്കെ നമ്മൾ ഓൾറെഡി മുകളിൽ ഫീമെയിലും മെയിലും എത്രയെന്ന് പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് ഇതിലേക്ക് ആൻസറിലെത്താൻ പറ്റുന്നത്. ഇത് അല്ല നമുക്ക് കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഫീമെയിൽ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടില്ലായിരുന്നു എങ്കിൽ നമുക്ക് ഇതിന് പിന്നെയും കുറേ സമയം എടുക്കുമായിരുന്നു. അപ്പോൾ ഇത് മൈനസ് ചെയ്താൽ എത്ര കിട്ടണേ? ഓക്കെ, 770 ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നിങ്ങൾ തന്നെ പറയണം, ഞാൻ പറയില്ല. നിങ്ങൾ ചോദ്യത്തിലേക്ക് നോക്കുക. എന്താണ് ചോദ്യം? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഒന്നുമില്ല. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആൾ ഓർഗനൈസേഷൻ ടുഗദർ? ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽസ് ഇൻ ആൾ ഓർഗനൈസേഷൻ ടുഗദർ. അപ്പോൾ ടോട്ടൽ ഫീമെയിൽ എത്ര ഉണ്ട് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്നിലെയും ടോട്ടൽ ഫീമെയിൽ എത്രയൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ പെന്നും പേപ്പറൊക്കെ എടുത്തോളൂ. നമുക്ക് ഓരോന്ന് നോക്കാം. ഓർഗനൈസേഷൻ എയിൽ എത്ര മെയിലുണ്ട്, ഫീമെയിൽ ഉണ്ട്? 4400. ഓക്കെ, ഇതാ ഇവിടെ ഉണ്ട് 4410 ഓർഗനൈസേഷൻ എയിലുണ്ട്. ഓർഗനൈസേഷൻ ബിയിൽ 3465 ഉണ്ട്. ഇനി ഓർഗനൈസേഷൻ സിയിൽ 4340 ഉണ്ട്. ഇനി ഓർഗനൈസേഷൻ ഡിയിൽ 3150 ഉണ്ട്. ഇനി ഓർഗനൈസേഷൻ ഇയിൽ 3675 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ് എന്ന് നിങ്ങൾ പറയണം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഓർഗനൈസേഷൻ എയിൽ 410 ആണല്ലേ. 410 പ്ലസ് 3465 പ്ലസ് 4340 പ്ലസ് 3150 പ്ലസ് 3675 സമം എത്രയാ? ഓപ്ഷൻ ബി ആണ്, 1940. യെസ്, കറക്റ്റാണ്. 1940 കറക്റ്റ് ആൻസർ. 1940. അപ്പോൾ ഇതാണ്
നമുക്ക് ഇന്ന് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള ചോദ്യങ്ങളും, എളുപ്പം തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളെ PDF നിങ്ങൾ ഇതിലുണ്ട്. യൂട്യൂബിലാണ് നിങ്ങൾ കാണണമെങ്കിൽ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ഇത് അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെയുള്ള ക്വസ്റ്റ്യനാണ്, വലിയ മാറ്റമൊന്നുമില്ല. സ്റ്റുഡൻസ് അപ്പിയർഡ് ആൻഡ് പാസ്ഡ് ഇൻ 5 സബ്ജക്റ്റ്. ഒരു എക്സാമിനേഷൻ നടന്നു. അത് മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അതിൽ അപ്പിയർ ചെയ്ത കുട്ടികൾ ഇത്ര ശതമാനമാണ്, പാസ്സായ കുട്ടികളോട് ഇത്ര ശതമാനമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ഇവിടെ ചോദ്യത്തിലുണ്ട് കേട്ടോ. അതായത് 5000 ആണെന്ത് ടോട്ടൽ സ്റ്റുഡൻറ്റ് അപ്പിയർഡ്. ടോട്ടൽ സ്റ്റുഡൻറ്റ് അപ്പിയർഡ് എത്ര ശതമാനമാണ് എന്ന് കട്ടി കഴിഞ്ഞാൽ നമുക്ക് മാത്സിൽ എത്ര ആൾക്കാരുണ്ടെന്ന് കണ്ടെത്താൻ പറ്റൂലേ. ടോട്ടൽ 5000. അപ്പോൾ മാത്സിൽ 5000-ൻ്റെ 20%, ഫിസിക്സിൽ 25%, കെമിസ്ട്രിയിൽ 18%, അങ്ങനെ കണ്ടെത്താം. അപ്പോൾ ഇതിൽ 5000-ൻ്റെ 20% എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1000. ഓക്കെ, 1000 ആണെന്ത് നമുക്ക് 5000-ൻ്റെ 20%. അപ്പോൾ അതിൻ്റെ 75% സ്റ്റുഡൻസ് പാസ്സായി. 75% എന്ന് പറഞ്ഞാൽ 750. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകണം. ഓക്കെ, അങ്ങനെ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്ന്, മൂന്നാമത്തെ സെറ്റ് ക്വസ്റ്റ്യന് ആനുവൽ സെയിൽ ഓഫ് 2 കമ്പനി. 2 കമ്പനികളുണ്ട്, 2 കമ്പനികളുടെ ആനുവൽ സെയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാലാമത്തെ സെറ്റ് ഇതേപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് 5 പേഴ്സൺ. 5 ആൾക്കാരുടെ വരുമാനവും അവരെ ചിലവും വെച്ചിട്ടുള്ള ചോദ്യമാണ്. പിന്നെ അതുപോലെ 6 സിറ്റീസിൽ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ. ഇപ്പോൾ നമ്മൾ ചെയ്ത അതേപോലുള്ള ഏകദേശം അതിൻ്റെക്കാളും എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഇവിടെ പേഴ്സൻറ്റേജ് അല്ല കൊടുത്തിട്ടുള്ളത്, വാല്യൂ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. 5ാമത്തെ സെറ്റ്. ഇനി ഇതിനൊക്കെ ആൻസർ ഇത് അവിടെ താഴെ ആൻസർ കീ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഈ പ്രോബ്ലത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാം. ഇന്ന് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അത് ചോദിക്കാനുള്ള 100% അത് ചോദിക്കാനുള്ള സാധ്യത. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് ഈ ചോദ്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, സംശയം ഉണ്ടെങ്കിൽ. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.